നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. താരസംഘടന അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ താരസംഘടന അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വാർത്തകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഹൈദരലി ആരാണ്, അമ്മയുടെ അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകൾ. നമ്മൾ ചെയ്ത പ്രവൃത്തിയും താരസംഘടന അമ്മയ്ക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്ന പ്രശ്നമെന്ന് പറയണമെന്ന് തന്നെ ഓർത്ത് തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അത് അംഗങ്ങൾ അറിയേണ്ടതാണ്. താരസംഘടന അമ്മയുമായി ആത്മാർത്ഥ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് തന്നെയാണ് ഞാൻ. അത് നാളുകളായിട്ട് ബന്ധമുണ്ട്. ഇടയാള ബാബു ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ താരസംഘടന അമ്മയുടെ ഒരു ജനറൽ ബോഡി മാധ്യമങ്ങൾക്ക് നൽകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അതിവിടെ കൊട്ടേഷൻ വരെ വരുന്നു. അന്ന് ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപയ്ക്കാണ് എടുത്തത്. പൈസ 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് എടുത്തത്. അമ്മയുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ്. അതിനുശേഷം രണ്ടാമത് ഇതേപോലെ തന്നെ വരുമ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വരുമ്പോൾ അന്ന് 5 ലക്ഷം രൂപ കൂട്ടി 15 ലക്ഷം രൂപയ്ക്കാണ് എടുത്തത്. അതേന്നേ, താരസംഘടന അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ്. അമ്മയിൽ ഒത്തിരി പദ്ധതി നടത്തുന്നുണ്ട്. അതിനുശേഷം കുടുംബസംഗമം നടക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. താരങ്ങൾക്ക് വരെ എല്ലാവർക്കും. അന്ന് ഹേമ കമ്മിറ്റി വിഷയം വന്ന് വലിയ പ്രതിസന്ധിയിലൂടെ താരസംഘടന അമ്മ പോകുന്നു. അന്ന് പല വാർത്തകൾ, പല മാധ്യമങ്ങളിൽ 8 or 9 പേരുടെ പേര് പറഞ്ഞ് തന്നെ ആളുകൾ വരുന്നു. പക്ഷെ അന്നൊന്നും താരസംഘടനയുമായി കൈകോർത്തുകൊണ്ട് അത്തരം വിവാദങ്ങളിലൊന്നും പോകാതെ ചെയ്യേണ്ട വാർത്തകൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ ഈ സംഘടന അഡോക് കമ്മിറ്റിയിലേക്ക് പോകുന്നു. പിന്നീട് സംഘടനയുടെ ഓഫീസ് ഷട്ടറിട്ട് അടച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത സമയത്ത് കുടുംബസംഗമം നടന്നു. അന്ന് ആ കുടുംബസംഗമത്തിൻ്റെ ഭാരവാഹികളുമായിട്ട് എന്നോട് സംസാരിച്ച് കുടുംബസംഗമം നടത്താൻ വേണ്ടിയിരിക്കുകയാണ്. 30 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 30 ലക്ഷം രൂപ എന്ന് കൊടുത്തു. 30 ലക്ഷം രൂപ കൊടുത്തു. ഒന്നും ഞാൻ ആരെയും മണിയടിച്ച് സ്ഥാപിച്ചെടുത്തതല്ല. ചില ആളുകൾ പറഞ്ഞു മണിയടിച്ച് ഒപ്പിച്ചെടുത്തതാണ്. പൈസ എണ്ണിക്കൊടുത്തിട്ട് തന്നെയാണ് മേടിച്ചത്. അന്ന് കുടുംബസംഗമം നടത്തുമ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനുശേഷം അവിടെ ഉള്ളൊരു ഹൈദരലിയുടെ 30 ലക്ഷം കണ്ടാണ് ഈ സംഘടന കുടുംബസംഗമത്തിൽ ഇറങ്ങി തിരിച്ചെന്ന്. എത്ര കോടി രൂപയാണെന്നുണ്ടായത്? അന്ന് 1 രൂപ പോലും കൊടുക്കാൻ ആളില്ല. ഞാൻ വരെ ചോദിച്ചു, മമ്മൂട്ടി വരുമോ, മോഹൻലാൽ വരുമോ എന്നൊക്കെ ഞാൻ വരെ ചോദിച്ചു. അങ്ങനെ പല അക്കൗണ്ടിലും ഇവരൊന്നും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ പൈസ കൊടുക്കുവാണ്. അപ്പോൾ ഇവരെനിക്ക് ഉറപ്പ് തരുന്നുണ്ട് വരും. ഇനി അതോ വന്നില്ലെങ്കിലും എന്നുള്ള കാര്യം മനസ്സിൽ വന്നിരുന്നു. പക്ഷെ അമ്മ ഇരുന്ന് പോയപ്പോൾ അന്നൊരു കുടുംബസംഗമം നടത്തണമെന്ന് ഇവർ ആഗ്രഹിച്ചപ്പോൾ ഓണത്തിനൊരു പ്രോഗ്രാം നടത്താൻ വേണ്ടി ഇരുന്നതാണ്. അന്ന് പ്രോഗ്രാം നടത്താതെ പോയപ്പോഴാണ് ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ 30 ലക്ഷം രൂപ കൊടുത്തത്. എൻ്റെ 30 ലക്ഷം രൂപ കണ്ട് തന്നെയാണ് കുടുംബസംഗമത്തിന് തുടക്കം വെച്ചത്. അല്ല എന്ന് ആ കമ്മിറ്റിയുള്ള ഒരാളെങ്കിലും അല്ല എന്ന് പറയാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പരസ്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയുമായിട്ട് ഇഷ്ടമാണെന്ന്, ആ സംഘടനയോടുള്ള ഇഷ്ടമാണ്. ആ സംഘടന നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പല വാർത്തകളും ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ ജനറൽ ബോഡി വന്നു. ഇതിനു മുമ്പുള്ള ജനറൽ ബോഡിക്ക് 10-15 ലക്ഷം രൂപയ്ക്ക് എടുത്ത് വീണ്ടും പൈസ കൂട്ടിയെടുത്തു. 20% കൂട്ടി 17 ലക്ഷം രൂപയ്ക്ക് എടുത്തു. കുടുംബസംഗമം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, ഗംഭീരമായിരുന്നു ആ പ്രോഗ്രാം, ഷൂട്ട് ഉൾപ്പെടെ ഗംഭീരമായിരുന്നു പറഞ്ഞു. അതിലും കൂടുതൽ മുടക്കാണ് ഞങ്ങളുടെ കമ്പനിക്കുള്ളത്. 1-2 ടോക്സിന് ആ കുടുംബസംഗമം നടത്തുന്ന വലിയ മുടക്കാണ്. ഞങ്ങൾ വലിയ പൈസ ഉള്ളവരൊന്നുമല്ല, പക്ഷേ ഞങ്ങളിൽ പൈസ ഉണ്ടാകും ഞങ്ങൾ വിചാരിച്ചാൽ. അങ്ങനെ തന്നെയാണ് അമ്മയുമായിട്ട് ആത്മബന്ധം വന്നത്. അത് പറയാനുള്ള കാരണം, അമ്മയുടെ വിഷയത്തിൽ ഹൈദരലിക്ക് എന്താ റോളെന്ന് ചോദിക്കണം. അമ്മയുമായിട്ട് അത്ര സൗഹൃദമാണ്. എന്നെ കുറ്റം പറയുന്നവരുണ്ടോ, മറിഞ്ഞു നിന്ന് കുറ്റം പറയുന്നവർ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ അവർക്കൊരു വിഷയം വരുമ്പോൾ ഫോൺ ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്നറിയോ? കുറ്റം പറയുന്നവർ അവരുടെ കാര്യങ്ങൾ വരും ഫോൺ ചെയ്യും ഹെൽപ്പിന് വേണ്ടി. പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പേരെടുത്ത് പറയേണ്ട സാഹചര്യം ഉണ്ട്, പേരെടുത്ത് പറയുകയും ചെയ്യും. അപ്പോൾ വെറുതെ ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ പറയരുത്. അപ്പോൾ നമ്മളങ്ങോട്ട് പറയേണ്ടതായി വരും. പക്ഷെ ഞാൻ അമ്മയുമായിട്ട്, അമ്മ എന്നൊരു പ്രസ്ഥാനം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാർത്തകൾ, അവിടെ നടക്കുന്ന സംഭവങ്ങൾ വാർത്ത. അപ്പോൾ പറയുന്നത് ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി കയറുന്നതുകൊണ്ട് എനിക്ക് അവിടുന്ന് വാർത്ത ചോർന്ന് കിട്ടുന്നു. ഞാൻ എല്ലാം കണ്ടെത്തി പോകുന്നു. വാർത്ത ചോർന്ന് കിട്ടുമെന്നേ പുറത്ത് നിന്നാലും കണ്ട്. ഏറ്റവും കൂടുതൽ എനിക്കിപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ പുറത്ത് നിന്നപ്പോഴാണ് വാർത്ത ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്ക് വാർത്ത ഇതിപ്പം അമ്മയായിട്ട് അടുത്തപ്പം അവിടുത്തെ വിഷയങ്ങൾ മനസ്സിലായപ്പോൾ അമ്മയെ അങ്ങനെ ഉപദ്രവിക്കുന്നത്. കാരണം നല്ല പ്രവർത്തികൾ താരസംഘടന അമ്മ ചെയ്യുന്നുണ്ട്.
107 പേർക്ക് കൈനീട്ടം കൊടുക്കുന്നു. ആ പദ്ധതി വലുതാണ്. ഒരു മാസം കൈനീട്ടം മുടങ്ങിയാൽ പാവപ്പെട്ട കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. 58 പേര് കിടപ്പ് രോഗികൾ, 58 പേർക്ക് മരുന്ന് സഞ്ജീവനി പദ്ധതിയിൽ മരുന്ന് കൊടുക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഉണ്ട്. അത് കുടുംബസംഗമം ഞാൻ കൊടുത്ത 30 ലക്ഷം രൂപയിൽ നിന്നും തുടങ്ങി കോടികൾ അവിടെ കിട്ടിയിട്ടുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു അവർ ചെയ്തത്. അത് മനസ്സിലാക്കാതെ ആളുകൾ പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് അമ്മയെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വാർത്ത ചെയ്യുന്നതെന്ന് മനസ്സിലായി. അന്ന് എനിക്ക് വാർത്ത പലതും ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇന്ന് അമ്മയുമായിട്ട് ഇത്ര ആളുകളുടെ അന്നം മുട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത് പോലെ നമ്മൾ സഹിക്കുന്നതും. അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഈ രോഗികളെയൊക്കെ, ഈ കൈനീട്ടം വാങ്ങുന്നവരെ രോഗികളെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം അധികാരത്തിലിരിക്കുന്നവർക്കുണ്ട്, അവർക്കൊക്കെ സിനിമയുണ്ട്. ഇപ്പം ഭരണത്തിലേക്ക് ഇലക്ഷന് മത്സരിക്കാൻ പറ്റുന്നവർക്കൊക്കെ സിനിമയുണ്ട്. പക്ഷെ സിനിമയൊന്നും ഇല്ലാത്ത പാവങ്ങളായ നമ്മളൊക്കെ കണ്ട് കൊതി തീരാത്ത അഭിനയമുഖങ്ങൾ ഇപ്പോഴുമുണ്ട്. ഈ കൈനീട്ടം വാങ്ങുന്നവരും ഈ രോഗികളായിട്ടുള്ളവർ. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മയിൽ ഭാരവാഹികളാകേണ്ടത്. അല്ലാതെ ഒളിച്ചു നിന്ന് കുത്തുവാക്കുകൾ പറയുന്നവരല്ല അമ്മയിൽ വേണ്ടത്. ഞാൻ അമ്മയെ കുറിച്ചാണ് പറയുന്നത്, ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്. അമ്മ എന്ന താരസംഘടന ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഹൈദരലി എന്തെങ്കിലും വാർത്ത ചെയ്താൽ അത് ചില ആളുകൾ കൊള്ളും. അമ്മ നശിച്ചു പോകാതിരിക്കാനാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി അംഗങ്ങൾ അറിയേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഈ അമ്മ എന്ന താരസംഘടന ബയലോ പ്രകാരം, ഈ ബയലോ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ, ബയലോ പ്രകാരം 2-3 കാര്യങ്ങളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പഠിത്തത്തിൽ കിട്ടിയിരിക്കുന്നത്. അമ്മയിൽ കോടതിയിൽ നിന്നും ഒരു കേസ് വന്ന് കിടപ്പുണ്ട്. GST കുടിശ്ശിക. ആ GST കുടിശ്ശിക നിസ്സാര കുടിശ്ശികയല്ല. അതിൽ GST കുടിശ്ശികയായിട്ട് പറയുന്നത്, ഞാനത് എഴുതി വെച്ചായിരുന്നു. GST കുടിശ്ശിക എത്രയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സൂര്യ TV പരിപാടി നടക്കുമ്പോഴുള്ള കുടിശ്ശികയാണ് കേട്ടോ. 7 കോടി രൂപ നോട്ടീസ് വന്നിരിക്കുകയാണ്. 30 ദിവസത്തെ അവധിയാണ്. ഇപ്പം ഇലക്ഷൻ വരികയാണ്, 30 ദിവസം അവധി വെച്ചിരിക്കുകയാണ്. സൂര്യ TV ഷോ നടക്കും. എത്രയോ വർഷം മുമ്പ് സൂര്യ TV ഷോ നടക്കുന്ന കാലം തൊട്ടുള്ള GSTയുടെ കുടിശ്ശിക അമ്മയിലിരുന്ന ഭരണസമിതികൾ അടച്ചിട്ടില്ല. അതൊക്കെ അമ്മയിൽ ഭരണസമിതിക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്. വേറൊരു 2 കോടി രൂപ വനിതാ അവാർഡ് ഫംഗ്ഷൻ എന്തോ നടത്തിയതിൻ്റെ 2 കോടി രൂപ. അപ്പോൾ 7 കോടി 2 കോടി 9 കോടി രൂപ GST ഇനത്തിൽ അടയ്ക്കാനുണ്ട്. കോടതിയിൽ നിന്ന് പേപ്പർ വന്നിരിക്കുകയാണ്. അമ്മ ഇത്രയും അധ്വാനിച്ച് പല ആളുകളും ഡാൻസ് ചെയ്തും പാട്ടുപാടിയും ഓരോ ഷോ ചെയ്തും ഉണ്ടാക്കിയ ആ സംഭവത്തിൻ്റെ GST അടയ്ക്കാത്തതുകൊണ്ട് അത് ജപ്തി എന്ന് വേണമെങ്കിൽ പറയാം. കോടതിയിലേക്ക് ഈ നിയമപ്രകാരം ചാരിറ്റി ആയതുകൊണ്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ടി വരും പൈസ അടച്ചില്ലെങ്കിൽ. അവിടെ പാവുന്നത് ഈ അഭിനയിച്ച് നടക്കുന്നവർക്കല്ല, പാവങ്ങളായ കുറേ ആളുകളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും. നമ്മളൊക്കെ ഞാൻ കണ്ട് കൊതി തീരെ അഭിനയിക്കാൻ കഴിയാത്തവർ, അവരാണ് അനാഥരാകുന്നത്. അവരനാഥരാക്കാൻ സമ്മതിക്കില്ല. അത് തന്നെയാണ് എൻ്റെ പോളിസി. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വാർത്തകൾ ഞാനിപ്പോൾ പരസ്യമായി ചെയ്യുന്നത്. അതിനാർക്കും വേദനിച്ചിട്ട് കാര്യമില്ല. ഉള്ളതുപോലെ പറയാൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഭരണസമിതിയിലേക്ക് വരുന്നവർ കൃത്യതയോടുകൂടി വന്നില്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ സംഭവിക്കും. നിരവധി ആളുകളുടെ അന്നം മുട്ടുന്ന നിലയിലേക്ക് പോകരുത്. ഈ പൈസ എൻ്റെ അറിവിൽ ഇപ്പോൾ 8 കോടി രൂപയോളമാണ് അമ്മയിലുള്ളത്. ആ പൈസ ഇപ്പോൾ GST അടയ്ക്കാനുള്ളൂ കണക്ക് പറഞ്ഞാൽ. ബാക്കിയുള്ളവർ, ഞാനിത് പല ആളുകളുമായിട്ട് ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് സംസാരിച്ചു. പല പ്രായം ചെന്ന് അവർക്കൊക്കെ ഭയങ്കര ദുഃഖമാണ്. ഇതെങ്ങനെ ഇത് മുന്നോട്ട് പോകും മോനെ എന്ന് ചോദിച്ച അമ്മച്ചിമാരുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് പോകും മോനെ ഇതിനകത്തൊക്കെ നിൽക്കില്ല, എപ്പോഴും വരുമ്പോൾ കാണുന്നതല്ല മോനെ എന്നൊക്കെ ചോദിച്ച അമ്മച്ചിമാരുണ്ട്. അവരുടെ സങ്കടം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിന് പകരം ഇവിടെ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് പല ആളുകളിലെയും അടിച്ചമർത്താനുള്ള ശ്രമവും, പല ആളുകൾക്കെതിരെ ഭീഷണി സ്വരവും, പല ആളുകൾക്കെതിരെ ആരോപണങ്ങളും, പരസ്പരം ആരോപണങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊന്നും അല്ലാണ്ട എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അമ്മയുടെ ഭാഗത്ത് നിന്നും അമ്മയിലുള്ള സാധാരണ ആളുകളെടുത്ത് ഇതിനൊന്നും ഭാഗമാകാത്ത കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ അലി അവിടെ പൈസ കൊടുത്തിട്ട് തന്നെയാണ്
ഞാനും എൻ്റെ കമ്പനിയും പൈസ കൊടുത്തിട്ട് തന്നെയാണ് അവിടെ കയറിയിരിക്കുന്നതും അവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ലാഭമില്ലെന്ന്. പണിയെടുത്താൽ ലാഭം വേണമല്ലോ, പണിയെടുത്താൽ ലാഭം വേണം. അത് സ്പോൺസറെ കണ്ടെത്തി ലാഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാവും, അലി അമ്മയുടെ അപ്പനാണോന്നും അലി അമ്മയുടെ ആംഗ്ലയാണെന്നൊക്കെ ചോദിക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങളെപ്പോലെയല്ല ഞാൻ. എനിക്ക് ഈ സംഘടനയിലുള്ള പാവങ്ങളായ കുറേ ആളുകൾക്ക് വേണ്ടി കൂറുള്ളവനാണ് ഞാൻ. തിന്ന ചോറിന് നന്ദി കാണിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ പരസ്പരം പഴിയാറിക്കോളൂ. ആ പാവങ്ങൾ ഓർത്തിട്ട് പഴിയാറണം. ആരധികാരത്തിൽ വന്നാലും ഈ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് കിടന്നോടണം, കിതയ്ക്കണം. ഇത് ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ അടിയന്തരമായി പ്രിയപ്പെട്ട മോഹൻലാലും മമ്മൂട്ടിയും ലാലേട്ടനും മമ്മൂക്കായും ഇടപെടണം. അല്ലെങ്കിൽ ഇത് എത്ര പേരുടെ കണ്ണുനീര് കാണേണ്ടത് വരുമെന്ന് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ അടിയന്തരമായി ഇടപെടണം. ഒരു അഭ്യർത്ഥനയാണ്, അമ്മയുമായിട്ട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള അഭ്യർത്ഥനയാണ്. ഇതെങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് പോകണം. പരസ്പരം ചെളിവാരുന്നു. നമ്മൾ ഈ രാഷ്ട്രീയക്കാർക്ക് പോലും ഒരു പരസ്പരം ചെളിവാരി എഴുതുമ്പം പാവങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു നിലയിലേക്ക് പോവില്ല. ആ രീതിക്ക് ചെളിവാരി എറിയുന്ന നിലയിലേക്ക് പല ആളുകളും പല കോണിൽ നിന്നും സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മമ്മൂക്കായും ലാലേട്ടനും ഇടപെട്ട് ഒരു തീരുമാനത്തിലെത്തിയില്ല. ഈ പാവങ്ങളുടെ കണ്ണുനീര് നമ്മൾ കാണേണ്ടി വരും. നല്ല ശക്തരായവർ നേതൃത്വത്തിൽ വന്നുകൊണ്ട് ശക്തരായവർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് താരസംഘടന. ആ അമ്മയ്ക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആധികാരികമായി ഈ വീഡിയോ ചെയ്യുന്നത്. അത് അമ്മയുടെ അംഗങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അമ്മയുടെ അംഗങ്ങൾ അറിയുന്നതോടൊപ്പം ഇത് കൃത്യമായിട്ട് ഈ പ്രേക്ഷകർ ഈ വാർത്തകൾ കാണുന്നുണ്ട്, ഈ പ്രേക്ഷകരും അറിയാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ ആരെയും സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. എനിക്കാരുമായിട്ട് അങ്ങനെ ഒരു സൂചിപ്പിച്ചുള്ള വാർത്തയും വേണ്ട. പാവങ്ങളായ കുറേ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.